നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച. ഇ.പി.യെ മാറ്റി നിർത്തിയത് മുഖം രക്ഷിക്കാൻ. ചെയ്യുന്നതെല്ലാം ഹിഡൻ അജണ്ടയുടെ ഭാഗം. പിന്നിൽ CPM BJP രഹസ്യബന്ധം എന്നും കെ സുധാകരൻ. തദ്ദേശ അദാലത്ത് മറ്റന്നാൾ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള അദാലത്ത് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ. സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയങ്ങളിലുള്ള പരാതികൾക്കും പരിഹാരം. നഗരഹൃദയത്തിലെ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് അടച്ചു. ദുരിതത്തിലായി കാൽനട യാത്രക്കാരും കച്ചവടക്കാരും. മുനീശ്വരൻ കോവിൽ റോഡിൽ എത്താൻ കടമ്പകളേറെ. ഓവർബ്രിഡ്ജ് അടച്ചത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചതിനാൽ എന്ന് റെയിൽവേ. വാർത്തകൾ വിശദമായി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മുതിർന്ന CPIM നേതാവ് EP ജയരാജനെ നീക്കി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റായിരുന്നു തീരുമാനം. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് നീക്കം. CPIM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനു മുന്നോടിയായി കൂടിയാണ് നടപടി. EP ജാവദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ രൂക്ഷമായി വിമർശിച്ച് കെ സുധാകരൻ. ഈ കൂടിക്കാഴ്ച പിണറായി വിജയന് വേണ്ടി. കള്ളം പൊളിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാൻ EP-യെ മാറ്റി നിർത്തിയെന്നും സുധാകരൻ. കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്താം എന്ന അജണ്ടയും നടന്നു. പ്രത്യുപകാരമായി BJPക്ക് തൃശൂരിൽ CPM വോട്ട് ചെയ്തതായും കെ സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയരാജന്റെ രാഷ്ട്രീയ ലൈൻ അദ്ദേഹം നേരത്തെ പ്രകടമാക്കിയിരുന്നു. ഞാനത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പ്രകാശ് ജാവദേക്കറെ ജയരാജൻ കണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ വാർത്ത വന്നില്ലേ? അത് ആർക്ക് വേണ്ടിയാ? ജയരാജന് വേണ്ടിയല്ല. അത് കാണാൻ പോകുന്നതും അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പുറത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഈ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കണ്ടേ? എത്ര കേസിൽ പ്രതിയാണ് അദ്ദേഹം? എത്ര കേസിൽ ശിക്ഷിക്കപ്പെടണം? ആ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ലൈസൻ വർക്കായിരുന്നു EP ജയരാജൻ ജാവേദ്കർ വഹിച്ചിരുന്നത്. അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നു CPM. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. കള്ളം പൊളിഞ്ഞപ്പോ CPM-ന് മുഖം രക്ഷിക്കണം. അതുകൊണ്ട് ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CPM-ന്റെ അഭ്യന്തര കാര്യമാണ്. എനിക്കതിൽ കാര്യമില്ല. എനിക്കിതിന്റെ അപ്പുറത്തൊരു അഭിപ്രായം പറയാനുമില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTAയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂരിൽ സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന ഉദ്ഘാടനം ചെയ്തു. െല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ആരോഗ്യ മേഖല സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ജാതീയമായി താഴ്ന്നു നിൽക്കുന്നവന് പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും മാറി 1957-ലെ 2 നിയമങ്ങൾ സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ രൂപപ്പെടുത്തിയപ്പോ, വിദ്യാഭ്യാസ ബില്ല് ഈ കേരളത്തിനകത്ത് യാഥാർത്ഥ്യമായപ്പോ, ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പിലായപ്പോ, തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ കാലൂന്ന് നിന്നുകൊണ്ട് അവിടെ കുടിൽ വെച്ച് കെട്ടിക്കൊണ്ട് കൂര വെച്ച് കെട്ടിക്കൊണ്ട് പിന്നീട് അത് വീടായി ഏറ്റവും സുരക്ഷിതമായ ഇടപാടമായി മാറിയിട്ടുള്ള മലയാളി തൻ്റെ മക്കളെയും വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും വിസ്മയകരമായിട്ടുള്ള മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, കേന്ദ്ര പദ്ധതികൾക്കുള്ള വിഹിതം സമയബന്ധിതമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡിലാണ് ധർണ നടന്നത്. ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, KC സുധീർ, K രഞ്ജിത്ത്, T രജില, KC സുനിൽ, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വാരം UP സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടി ഡോക്ടർ പദ്ധതിക്ക് തുടക്കമായി. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിച്ച് നാടിന് ഗുണകരമായ ഇടപെടലുകൾ നടത്തുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തോട്ടട വെസ്റ്റ് UP സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ ഗിരീഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുള്ള കഴിവ് നമ്മുടെ കുട്ടി ഡോക്ടർമാരിലൂടെ നമുക്ക് ഒരു നല്ല ശുചിത്വ വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ യൂണിഫോം നീറ്റ്നസ്, കൃത്യമായി യൂണിഫോം ധരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ അവർ കടന്നു വരുമ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടി അവരെ സ്വീകരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക.
അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുന്ന ഈ കുട്ടി ഡോക്ടർ പദ്ധതിക്ക് ഈ വർഷം വളരെ മികച്ച പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവഴി നമ്മുടെ വിദ്യാലയം ഒരു ശുചിത്വ വിദ്യാലയമായി മാറാൻ കഴിയട്ടെ എന്നും നമുക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും അടങ്ങിയ സംഘം ക്ലാസുകൾ സന്ദർശിച്ച് കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കേണ്ടതിന്റെ ആവശ്യകത, പ്രാഥമികാരോഗ്യ പരിശോധന, പ്രഥമ ശുശ്രൂഷ, അരമണിക്കൂർ വ്യായാമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, കൗമാര ആരോഗ്യ അവബോധവും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കലും, പെരുമാറ്റ വൈകല്യങ്ങൾ, ദുശ്ശീലങ്ങൾ എന്നിവ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. യോഗ പരിശീലനവും കുട്ടി ഡോക്ടർ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നടപ്പിലാക്കും. ഹെഡ്മിസ്ട്രസ് AOC ടീച്ചർ അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ M പ്രീന സ്വാഗതവും സെക്രട്ടറി K തുഷാർ നന്ദിയും പറഞ്ഞു. ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ E ബിന്ദു പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒന്നാം ഘട്ടം കുട്ടി ഡോക്ടറായി ശ്രീനന്ദ K, ശ്രീയുക്ത TV, നിശാൽ കുമാർ VP, ശ്രീഹരി PP എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജാവദേക്കർ കൂടിക്കാഴ്ച. EPയെ മാറ്റി നിർത്തിയത് മുഖം രക്ഷിക്കാൻ, ചെയ്യുന്നതെല്ലാം ഹിഡൻ അജണ്ടയുടെ ഭാഗം. പിന്നിൽ CPM BJP രഹസ്യബന്ധം എന്നും K സുധാകരൻ. തദ്ദേശ അദാലത്ത് മറ്റന്നാൾ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള അദാലത്ത് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ. സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയങ്ങളിലുള്ള പരാതികൾക്കും പരിഹാരം. നഗരഹൃദയത്തിലെ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് അടച്ചു. ദുരിതത്തിലായി കാൽനട യാത്രക്കാരും കച്ചവടക്കാരും. മുനീശ്വരൻ കോവിൽ റോഡിൽ എത്താൻ കടമ്പകളേറെ. ഓവർ ബ്രിഡ്ജ് അടച്ചത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചതിനാൽ എന്ന് റെയിൽവേ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. തദ്ദേശ അദാലത്ത് മറ്റന്നാൾ കണ്ണൂരിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലാണ് തദ്ദേശ അദാലത്ത് നടക്കുക. കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് തദ്ദേശ അദാലത്ത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ 2-ാം തീയതി നടക്കുന്ന തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 3-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 4-ാം 100 ദിന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഇന്ന് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ആ ജില്ലയിലെ പരാതികൾ 0 ആയിരിക്കണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, അതിനുശേഷം ഒരു പരാതിയും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 2-ന് രാവിലെയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ അവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും. 9:30-നാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ അധ്യക്ഷനായിരിക്കും. ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഓൺലൈനായിട്ടാണ് നമ്മൾ ആദ്യം പരാതികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. ഓൺലൈനായി പരാതികൾ സ്വീകരിച്ചു. ഏതാണ്ട് 1000-ലധികം പരാതികൾ നമ്മുടെ ജില്ലയിൽ ഇതിനകം വന്നിട്ടുണ്ട്. 1000-ലധികം പരാതികളെന്ന് മാത്രമല്ല, നമ്മളിപ്പം ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം. അതിനുവേണ്ടി അന്ന് രാവിലെ പ്രത്യേകമായിട്ട് പുതിയ രജിസ്ട്രേഷൻ, പുതിയ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി അവിടെ ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ എന്നിവയും അദാലത്തിൽ പരിഗണിക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും പങ്കെടുക്കുമെന്നും PP ദിവ്യ അറിയിച്ചു. KPSTA കണ്ണൂർ റവന്യൂ ജില്ലാതല ശില്പശാല കണ്ണൂർ MT സ്മാരക മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടനാ രംഗത്ത് ഒട്ടേറെ അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ അധ്യാപക സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെ അധ്യാപക സമൂഹം ഒന്നടങ്കം ഇന്ന് KPSTAയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും കാത്തുവർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അക്കാദമിക് കലണ്ടറിന്റെ വിഷയം വന്നാലും, ഉച്ചഭക്ഷണമായാലും, DA ആയാലും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച നാസ് പരീക്ഷയായാലും, ഇതിലൊക്കെ KPSTA എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് ഇത് അധ്യാപക സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TV ഷാജി, PV ജ്യോതി, MK അരുണ, GK ഗിരീഷ്, രജീഷ് കാളിയത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നഗരഹൃദയത്തിലെ ഓവർബ്രിഡ്ജ് അടച്ചിട്ടതോടെ ജനങ്ങൾ ദുരിതത്തിലായി. ഓണക്കാലം ഇങ്ങെത്തിയതോടെ തെരുവോര കച്ചവടക്കാരും കാൽനട യാത്രക്കാരുമാണ് ഏറെ ദുരിതത്തിലായത്. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് മുനീശ്വരൻ കോവിലെത്താവുന്ന എളുപ്പ വഴിയാണ് അടഞ്ഞത്. കാലപ്പഴക്കവും ബീമുകൾ തുരുമ്പെടുത്തതും ആണ് ഓവർബ്രിഡ്ജ് അടച്ചിടാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുതലാണ് നഗരഹൃദയത്തിലെ ഓവർബ്രിഡ്ജ് അടച്ചിട്ടത്. ഹെഡ് പോസ്റ്റ് ഓഫീസ്, ടെലിഫോൺ ഭവൻ വഴി മുനീശ്വരൻ കോവിലിന് മുന്നിലെത്താൻ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വഴിയാണിത്. ഇനി ഏറെ ചുറ്റിത്തിരിഞ്ഞു വേണം ഹെഡ് പോസ്റ്റ് ഓഫീസ് ഭാഗത്തു നിന്നും മുനീശ്വരൻ കോവിലിൽ റോഡിലേക്ക് എത്താൻ. കണ്ണൂർ നഗരത്തിലെത്തുന്നവർ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി എളുപ്പത്തിൽ മാർക്കറ്റിലും മറ്റും എത്താൻ ആശ്രയിക്കുന്നതും ഇതുവഴി തന്നെയാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് വഴി അടച്ചതെന്നാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതരുടെ വിശദീകരണം. ബീമുകൾ തുരുമ്പെടുത്തും സ്പെയറുകൾ ഇളകിയതിനാലും അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് റെയിൽവേ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. കാട്ടുപന്നി നെൽകൃഷി നശിപ്പിച്ചു. മുല്ലക്കൊടി പാടശേഖരത്തിലെ K. രാഘവൻ, PT ഭാസ്കരൻ, P. നാരായണി എന്നിവരുടെ 1ാം വിള നെൽകൃഷിയാണ് നശിപ്പിച്ചത്. പ്രദേശത്ത് കുറേ ദിവസങ്ങളായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരുന്നു. പല വിളകളും കർഷകർക്ക് ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ, വെള്ളി 92 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജാവദേക്കർ കൂടിക്കാഴ്ച. EPയെ മാറ്റി നിർത്തിയത് മുഖം രക്ഷിക്കാൻ, ചെയ്യുന്നതെല്ലാം ഹിഡൻ അജണ്ടയുടെ ഭാഗം. പിന്നിൽ CPM BJP രഹസ്യബന്ധം എന്നും കെ സുധാകരൻ. തദ്ദേശ അദാലത്ത് മറ്റന്നാൾ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള അദാലത്ത് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ. സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയങ്ങളിലുള്ള പരാതികൾക്കും പരിഹാരം. നഗരഹൃദയത്തിലെ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് അടച്ചു. ദുരിതത്തിലായി കാൽനട യാത്രക്കാരും കച്ചവടക്കാരും. മുനീശ്വരൻ കോവിൽ റോഡിൽ എത്താൻ കടമ്പകളേറെ. ഓവർ ബ്രിഡ്ജ് അടച്ചത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചതിനാൽ എന്ന് റെയിൽവേ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.